പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിരുസഭയോട് പോരാടുന്ന സഭാവിരുദ്ധരായിട്ടുള്ള വിമത പുരോഹിത വേഷധാരികൾ അവരുടെ ലക്ഷ്യം നിറവേറുന്നതിൻ്റെ തടസ്സമായി ഇപ്പോൾ മുന്നിൽ കാണുന്നത് അതിരൂപതയിലെ കൂരിയ അംഗങ്ങളെയാണ്. അതിരൂപതയുടെ വികാർ ജനറലായ ബഹുമാനപ്പെട്ട ജേക്കബ് പാലക്കപ്പള്ളി അച്ഛനും ചാൻസലറായ ബഹുമാനപ്പെട്ട ജോഷി പുതുവ അച്ഛനും പ്രൊക്കുറേറ്ററായ സൈമൺ പള്ളുപ്പേട്ട് അച്ഛനും ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് തിരുസഭയോടൊപ്പം പ്രവർത്തിക്കുന്നതാണ് ഇന്ന് വിമതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മോഹഭംഗത്തിന് കാരണം. എങ്ങനെയെങ്കിലും ഈ കൂരിയാംഗങ്ങളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ മെത്രാപ്പൊലിത്തൻ വികാരിയുടെ പിന്തുണയോടുകൂടെ ഈ അതിരൂപതയിൽ എന്തും കാണിക്കാമെന്ന് ഒരു പുതിയ സഭ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അതിരൂപതയുടെ എല്ലാ ദേവാലയങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നടത്തിക്കൊണ്ട് പോകുവാനുള്ള പദ്ധതിക്ക് വിലങ്ങുതടിയായി അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ കൂരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂരിയായി മാറ്റുക എന്നുള്ള തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായി അവർ ഏതറ്റം വരെ പോകും എന്നുള്ളതിന് സംശയവുമില്ല. അതിനുള്ള തെളിവുകൾ ഈ ദിവസങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുമുണ്ട്. തങ്ങളുടെ ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് മെത്രാപ്പൊലിത്തൻ വികാരി പരിപൂർണമായി സഹായിക്കുമെന്ന് അവർക്കുള്ള ഒരു ഉറപ്പിൻ്റെ സ്ഥിരീകരണമാണ് ഈ കഴിഞ്ഞ ദിവസം പേരാവൂർ ഫൊറോന പള്ളിയിൽ ഈ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരി കൂടിയായ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസംഗം. ആ പ്രസംഗം നേരിട്ട് കേട്ട ഒരു വിശ്വാസി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശമനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിത വേഷധാരികളെ റോം ശിക്ഷിക്കുന്നത് വരെ താനവരെ സംരക്ഷിക്കുമെന്ന് പറയുവാനുള്ള ധാർഷ്ട്യം ഉച്ചത്തിൽ തന്നെ പരസ്യമായി പ്രഘോഷിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയിലെ അംഗങ്ങളായിരുന്നു കൊണ്ട് അച്ചടക്ക ലംഘനം നടത്തുന്ന ഈ വേഷധാരികൾക്കെതിരെ നേരിട്ട് നടപടിയെടുക്കുന്നതിന് റോമിന് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ വിചാരണ ചെയ്ത് ശിക്ഷാ നടപടി പ്രഖ്യാപിക്കുന്നതിനായി പ്രത്യേക കോടതി തന്നെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ കോടതി നൽകുന്ന ഉത്തരവുകൾ വിമത പുരോഹിത വേഷധാരികൾക്ക് ബാധകമായിരിക്കുകയില്ല എന്ന് ഇതാ തിരുസഭയോട് വെല്ലുവിളിക്കുന്ന ശബ്ദത്തിൽ ഇവിടുത്തെ മെത്രാപ്പൊലിത്തൻ വികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ ട്രിബ്യൂണലിന്റെ തീരുമാനം വന്നാൽ പോലും ഈ പുരോഹിത വേഷധാരികൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ല എന്നും റോം അന്തിമമായി തീരുമാനമെടുക്കുന്നതുവരെ ഇവരെല്ലാവരും ഇഷ്ടമുള്ളതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള പരിരക്ഷ ഇവർക്കുണ്ടാവുമെന്നാണ് മെത്രാപ്പൊലിത്തൻ വികാരി പ്രത്യക്ഷമായി തന്നെ അവർക്ക് പേരാവൂരിലെ പ്രസംഗത്തിലൂടെ തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കത്തോലിക്കാ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾക്കുള്ള ഒരു താക്കീതുമായിരിക്കും. കാരണം നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചാലും ചെയ്താലും അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടാകുവാൻ പോകുന്നില്ല. മറിച്ച് ഞാൻ തീരുമാനിക്കുന്നത് പോലെ ആവും കാര്യങ്ങൾ നടപ്പിലാവുക എന്നതാണ് ഈ വാക്കുകളിലൂടെ വികാരി നൽകുന്ന ഉറച്ച സന്ദേശം. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അദ്ദേഹം കണ്ണൂർകാരനാണ്, നിസ്സാരക്കാരനല്ല. ഏതായാലും ഈ അതിരൂപതയിലെ കൂരിയ അംഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിരൂപതയുടെ കൂരിയ ചാൻസലറായ ബഹുമാനപ്പെട്ട ജോഷി പുതുവ അച്ഛനെതിരെ വ്യക്തിപരമായി നടക്കുന്ന ആക്രമണം. ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെതിരായി വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ ആളുകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഫെഡറൽ ബാങ്കിൽ നിന്ന് അഴിമതിയുടെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ നിലയിൽ ഏറ്റവും ഒടുവിലായി എത്തി ജോഷി അച്ഛനെതിരെ തെളിവുകളില്ലാതെ സാമൂഹ്യ മാധ്യമത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ നടത്തുന്നത്. ഈ ആരോപണങ്ങളെല്ലാം ശരിയെന്ന് വിചാരിച്ച് മുഖവിലക്കെടുത്താൽ പോലും ഈ കോടികളെല്ലാം ജോഷി അച്ഛൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം ഒന്ന് വിശദീകരിച്ചെങ്കിൽ നന്നായിരുന്നേനെ. 7 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഇടപാടിലൂടെ അതിരൂപത അധ്യക്ഷൻ കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കിയെന്ന് ആരോപിച്ചവർ
ഈ രൂപയെല്ലാം പിതാവ് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ള സാധാരണക്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൻ്റെ ഭാഗമായാണ് കൃത്രിമമായ വ്യാജരേഖകൾ ചമച്ച് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ താമസമില്ലാതെ ജോഷിയച്ചൻ്റെ പേരിലും പുതിയ വ്യാജരേഖകൾ ഇറങ്ങുവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുകൂടി വിശ്വാസികൾ അറിഞ്ഞിരിക്കുക. ജോഷി പുതുവ അച്ഛനെതിരായി ഈ വൈകിയ വേളയിൽ കോടിക്കണക്കിന് രൂപയുടെ ആരോപണങ്ങളുമായി പുതിയ വ്യക്തികൾ രംഗപ്രവേശനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാകും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. പല പല കാരണങ്ങളും വിശ്വാസികൾ അനുമാനിക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞു കേൾക്കുന്നത് ലിസി ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആതുരാലയ ശുശ്രൂഷ കേന്ദ്രമാണല്ലോ കലൂരിൽ പ്രവർത്തിക്കുന്ന ലിസി ആശുപത്രി. കലൂരിൽ തന്നെയുള്ള PVS ഹോസ്പിറ്റൽ കോടതി നടപടികളെ തുടർന്ന് വിൽപ്പനയ്ക്കായി വെച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ലിസി ആശുപത്രി അത് വാങ്ങിയതായി അറിയുന്നു. അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഈ ആശുപത്രി സാങ്കേതികമായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും അതിരൂപത അധ്യക്ഷനും അതിരൂപതയിലെ വൈദികരുമാണ് ഈ ട്രസ്റ്റിലെ അംഗങ്ങൾ എന്നും ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇങ്ങനെയുള്ള ലിസി ആശുപത്രി അതിരൂപതയുടെ തീരുമാനമനുസരിച്ചാണോ PVS ആശുപത്രി വാങ്ങിച്ചത് എന്നും അതിന് എത്ര രൂപ ചിലവാക്കിയെന്നും അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തിയെന്നും ഒക്കെയുള്ളത് വളരെ ഗൂഢമായ രഹസ്യമായി ഇപ്പോഴും നിലകൊള്ളുന്നു. 100 കോടി രൂപ മുതൽ 300 കോടി രൂപ വരെ ഈ ഇടപാടിനായി അതിരൂപത ചിലവഴിച്ചിട്ടുണ്ടെന്നും വിശ്വാസികളടക്കം പറയുന്നുമുണ്ട്. അതിനുശേഷം അത്രയും കോടികൾ മുടക്കി അതിൻ്റെ നവീകരണവും നടന്ന് ലിസി മെഡിസിറ്റി എന്ന ബോർഡും അവിടെ സ്ഥാപിച്ചു. അഭിമന്യ ബോസ്കോ പിതാവ് ചുമതല ഒഴിയുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം ഉടനെ നടക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചരണവും പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുമുണ്ടായിരുന്നു. ഹൈദരാബാദിലുള്ള ഏതോ ആശുപത്രിയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ സെക്കൻഡ് ഹാൻഡ് ഉപകരണങ്ങളാണ് ഇടനിലക്കാർ വഴി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് എന്നും ഹൈദരാബാദിലെ അതിനൂതനമായ ആശുപത്രി പുതിയ മെഷീനുകൾ വാങ്ങിച്ചതിൻ്റെ ഭാഗമായി ഇതൊഴിവാക്കിയ മിഷണറികൾ അങ്ങനെ ലിസി ആശുപത്രിയിലേക്ക് വേണ്ടി ഇടനിലക്കാർ വഴി എത്തി എന്നുമൊക്കെയുള്ള കാര്യങ്ങളും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. 27 കോടി രൂപയ്ക്ക് സമാഹരിക്കുന്നതിനായി അതിരൂപതയുടെ 5 വ്യത്യസ്ത പ്ലോട്ടുകൾ വിൽക്കുവാൻ കൂരിയ തീരുമാനിച്ചപ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡിന്റെ അനുവാദം വാങ്ങിയില്ല എന്നും പറഞ്ഞ് മുറവിളി കൂട്ടിയ ഈ പുരോഹിത വേഷധാരികൾക്ക് 100 കണക്കിന് കോടി രൂപയുടെ ലിസി ഹോസ്പിറ്റൽ ഇടപാടിനെ പറ്റി ഒരു വാക്കുപോലും ഉരിയാടാനില്ല എന്നുള്ളത് അത്ഭുതത്തോടു കൂടി മാത്രമേ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഈ പണം അതിരൂപത തന്നെ മുടക്കിയതാണോ, അല്ലെങ്കിൽ അതിരൂപതയ്ക്ക് വേണ്ടി മുടക്കിയത് ആരാണ്, ഈ മുതൽ മുടക്ക് നടത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അജ്ഞാതമായി തുടരുകയാണ്. ബാഹ്യശക്തികളാണ് ഈ മുതൽ മുടക്ക് നടത്തിയതെങ്കിൽ അവർക്ക് തങ്ങൾ മുടക്കിയ തുക വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഏക തടസ്സം ഇപ്പോഴത്തെ അതിരൂപതയുടെ കൂരിയ ആണെന്നും അതിൽ തന്നെ ചാൻസലറുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഈ വക കാര്യങ്ങളെപ്പറ്റി പരിജ്ഞാനമുള്ളവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഏതു വിധേനയും ജോഷി പുതുവ അച്ഛനെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തി പരിചയമുള്ള ഒരാളെ തന്നെ അവർ രംഗത്തിറക്കി ഉപയോഗിക്കുന്നതും. ലിസി ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിരൂപതയിൽ നിലനിൽക്കുന്ന സുതാര്യമല്ലാത്ത എല്ലാ വിവരങ്ങളും പുറത്തു വന്നേ മതിയാവുകയുള്ളൂ. കാരണം അതിരൂപതയുടെ ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നത് തന്നെ. ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്പൂർണമായ ഒരു വെളിപ്പെടുത്തൽ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളുടെ അറിവിലേക്കായി പുറപ്പെടുവിക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ്. അതിനുള്ള നടപടികൾ കൂരിയ ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ചുരുക്കുകയാണ്.